എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൊട്ടിഘോഷിച്ച് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച തെക്കുംകര പഞ്ചായത്തിലെ ഒരു റോഡിന്റെ അവസ്ഥയാണിത്. തലങ്ങും വിലങ്ങും കിടക്കുന്ന മദ്യക്കുപ്പികൾ, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ചപ്പും ചവറും നിറഞ്ഞ റോഡ്. തെക്കുംകര പഞ്ചായത്തിലെ 18ാം വാർഡിലാണ് ഇത്തരത്തിൽ ഒരു റോഡുള്ളത്. നെൽവയലുകളിലേക്ക് കർഷകർക്ക് പ്രവേശിക്കാനുള്ള റോഡാണ് ചപ്പുചവറുകൾ നിറഞ്ഞ് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ളത്. നേരത്തെ MK ശ്രീജ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിരുന്നു. ബീന ജോൺസൺ ആയിരുന്നു വാർഡ് മെമ്പർ. രാത്രിയും പകലും ഈ റോഡിൽ മദ്യപിക്കുന്ന ആളുകളുടെ താവളമാണ്. പ്രായമായവർ താമസിക്കുന്ന വീടുകൾക്ക് അടുത്താണ് റോഡ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. തെക്കുംകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി കഴിഞ്ഞ ദിവസമാണ് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചത്. AC മൊയ്തീൻ MLA ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.